ബ്രദർ MD നിഷാദ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ഒരു കാര്യം, ഈ 3 പ്രൊജക്ടുകൾ എന്താണെന്ന് മാത്രം പറയുന്നുള്ളൂ. ഈ 3 പ്രൊജക്ടുകൾ, ഒന്നാമത്തെ പ്രൊജക്ട് നമ്മളെല്ലാവരും വളരെ ഭയത്തോടുകൂടെ, അല്ലെങ്കിൽ പേടിയോടുകൂടെ, അല്ലെങ്കിൽ സംശയത്തോടുകൂടെ, അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു ബിസിനസ്സാണ്. നമുക്ക് വീരപ്പനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വീരപ്പൻ ആരാ? കൊള്ളക്കാരൻ അല്ലെ? വീരപ്പൻ കൊള്ളക്കാരൻ. എന്ത് കൊള്ളാണ്? ചന്ദനം കൊള്ളക്കാരനാണ് വീരപ്പൻ. അപ്പൊ ഈ വീരപ്പന്റെ പേരിൽ ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു മരമാണ് ചന്ദനം. ഈ ചന്ദനാണ് നമ്മളിവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പ്രൊജക്റ്റിലെ നായകൻ എന്ന് പറയുന്ന ചന്ദനമാണ്, സാൻഡൽവുഡ്. അപ്പൊ ഇത് വീരപ്പൻ ചെയ്തിരുന്നപ്പോ ഇതൊരു ഇല്ലീഗൽ ബിസിനസ് ആയിരുന്നു. കാട്ടിലുള്ള ചന്ദനമരം മോഷ്ടിക്കുന്നു, പുള്ളി ആവശ്യക്കാർക്ക് വിൽക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. അതൊരു ഇല്ലീഗൽ ബിസിനസ് ആയിരുന്നു. അത് മാത്രമല്ല, ഈ ചന്ദനം മറ്റുള്ളവരെ മോഷ്ടിക്കൽ മാത്രമല്ല, സർക്കാരിന്റെ അനുമതി ഇല്ലാതെ ഇത് വിൽപ്പന നടത്താനുള്ള അവകാശവും അധികാരവും പബ്ലിക്കിനില്ല. ഇന്നുമില്ല, പണ്ടുമില്ല. അപ്പൊ ഇതിന്റെ നിയമങ്ങൾ കുറച്ച് കടുത്തതായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ചന്ദനം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നടാനോ വളർത്താനോ പരിചരിക്കാനോ അത് മുറിക്കാനോ വിൽപ്പന നടത്താനോ ഉപയോഗിക്കാനോ ഒന്നുള്ള അധികാര അവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരും. ഇത് ഈ ചന്ദനം എന്ന് പറയുന്നത് എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള വല്ല സാധനമല്ല, കടുത്ത വിഷം വല്ലതാണോ? അല്ല. ഇനി വല്ല മയക്കുമരുന്നാണോ? കഞ്ചാവ് പോലത്തെ? അതുമല്ല. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചത്? അത് കുറച്ച് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് ടിപ്പു സുൽത്താൻ ഒരു രാജകീയ വൃക്ഷമായിട്ട് ചന്ദനത്തെ പ്രഖ്യാപിച്ചു. ഇതൊരു രാജകീയ വൃക്ഷമാണ്. ഇത് രാജകുടുംബാംഗങ്ങൾക്ക് മാത്രമേ നടാനും വളർത്താനും മുറിക്കാനും ഉപയോഗിക്കാനും എന്ത് കാര്യങ്ങൾക്കും അവകാശമുള്ളൂ. ഇനി ആരെങ്കിലും വീട്ടുവളപ്പിൽ, നമ്മുടെ സ്വന്തം വീട്ടുവളപ്പിൽ ആ ചന്ദനമരം ഉണ്ടെങ്കിൽ പോലും അതിന്റെ അവകാശം അതാത് രാജകുടുംബത്തിനായിരിക്കും എന്നുള്ള അങ്ങനെ ഒരു തീരുമാനം, ഒരു ഡിക്ലറേഷൻ 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ടിപ്പു സുൽത്താന്റെ ഭരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഈ നിയമം തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് പോയി. കാരണം സർക്കാരിന് വരുമാനം കിട്ടുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കാര്യമായിട്ടുള്ള മാറ്റമൊന്നുമില്ലാതെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഏതാനും വർഷങ്ങളായി ഇപ്പോ ഒരുപാട് ഗവൺമെന്റുകൾ ഇങ്ങനെ മാറി 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 വന്നപ്പോൾ ഓരോ ഗവൺമെന്റും നിയമത്തിൽ ചെറിയ 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 അളവുകൾ കൊണ്ടുവന്ന് ഇന്ന് ചന്ദനം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും സ്വന്തം വീട്ടുവളപ്പിലോ അതിനുവേണ്ടി സ്ഥലം എടുത്തിട്ടോ ഒരു കൃഷിയായിട്ട് നട്ടുപിടിപ്പിക്കാം, നട്ടു വളർത്താം, അതിനെ പരിചരിക്കാം. അത് നിയമപരമായി തന്നെ യാതൊരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. ആ രീതിയിലേക്ക് ഒരു കൃഷിയായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്തു. അപ്പോഴും ഒരു ചലഞ്ച് ഉണ്ടായിരുന്നത്, പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു ചന്ദനമരം നട്ട് വളർത്തി അത് മുറിച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണ രീതിയിൽ വളർന്നു വന്നൊരു ചന്ദനമരം ആണെങ്കിൽ പോലും അത് മുറിക്കണമെന്നുണ്ടെങ്കിൽ അത് 50 സെന്റിമീറ്റർ ചുറ്റുള്ള വണ്ണും 20 അടി ഹൈറ്റൊക്കെ വരുമ്പോഴാണ് മുറിക്കാൻ പറ്റുക. എന്നാൽ അതിന് കാതലുണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഒരു 35-40 വർഷം കൊണ്ടൊക്കെ ഇത് ഇത്രയും വളർച്ച എത്താറുള്ളൂ. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയപ്പോ ചന്ദനം എന്ന് പറയുന്ന ഈ ഒരു മരത്തിന്റെ ഒരു ഡിമാൻഡ് മനസ്സിലാക്കിയപ്പോ ലോകത്ത് വേൾഡ് വൈഡ് 6000 ടണ്ണിന്റെ റിക്വയർമെന്റ് ഉള്ള ഒരു കമ്മോഡിറ്റിയാണ് ചന്ദനം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലുള്ള നോക്കിന് 6000 ടൺ ആവശ്യമുണ്ട്. പക്ഷെ ഒരു 1000 ടണ്ണിൽ താഴെ മാത്രമേ പ്രൊഡക്ഷൻ ഉള്ളൂ. ഇനി ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 2000 ടണ്ണിന്റെ റിക്വയർമെന്റ് നമുക്ക് വർഷത്തിലുണ്ട്. പക്ഷെ 100 ടണ്ണിൽ താഴെ മാത്രമേ ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളൂ. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഈ ഒരു ഡിമാൻഡ്, ചന്ദനത്തിന്റെ ഡിമാൻഡ് മനസ്സിലാക്കി ഇത് ഇന്ത്യയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല ചന്ദനം എന്നറിയപ്പെടുന്ന വൈറ്റ് സാൻഡൽ അല്ലെങ്കിൽ സാൻഡലം ആൽബം എന്നറിയപ്പെടുന്ന വൈറ്റ് സാൻഡൽ ഇന്ത്യയുടെ സ്വന്തമാണ്. ഇന്ത്യയുടെ മാത്രം സ്വന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വാഭാവികമായി വളർന്നു വന്നിട്ടുള്ള ചന്ദനക്കാട് സാൻഡൽവുഡ് ഫോറസ്റ്റ് ഉള്ളത് നമ്മുടെ കേരളത്തില് ഇടുക്കി മറയൂരിലാണ്. ഏകദേശം 62,000 മരങ്ങൾ ഗവൺമെന്റിന്റെ ഓണർഷിപ്പ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളില് ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ അതൊന്നും മുറിക്കാനുള്ള യാതൊരു നിയമവും നിലവിലില്ല. അപ്പൊ ഈ വളരെ ഷോർട്ടുള്ള ഈ ഒരു ചന്ദനം ഇത്രയും ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇത്രയും ഷോർട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചന്ദനമരത്തെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഇതിന്റെ കൃഷി രീതി കുറച്ചും കൂടെ ലളിതമാക്കുന്നതിന് വേണ്ടി ഈ ചന്ദനമരത്തെ കുറിച്ച് പഠിക്കാനായി കേന്ദ്ര
വളരുന്ന വൃക്ഷമാണെന്ന് കണ്ടെത്തി. സെമി പാരസൈൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടില്ലേ? അർദ്ധപരാഗ സസ്യം, പരാഗ സസ്യം എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതായത് തനിയെ വളരാനുള്ള ശേഷി മറ്റു മരങ്ങളെ അപേക്ഷിച്ച് പകുതി മാത്രമേ മരത്തിനുള്ളൂ ചന്ദ്രത്തിന്. മറ്റു മരങ്ങൾ വളർന്നതിന്റെ പകുതി ശേഷി മാത്രമേ ഇതിനുള്ളൂ. അതിനോട് സെമി പാരസൈറ്റ് എന്ന് പറയുന്നത്. ഈ മരത്തിന് വളർന്നുണ്ടെങ്കിൽ മറ്റു ചെടികളുടെ വേരിലൂടെ വേണം ഇതിന് ആവശ്യമുള്ള വെള്ളം വളർന്ന് വലിച്ചെടുക്കാൻ, പോഷകങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോ IWST ഇത് കണ്ടെത്തി, സെമി പാരസൈറ്റ് മനസ്സിലാക്കി ഇതിനൊരു പുതിയ ഒരു കൃഷി രീതി ഡെവലപ്പ് ചെയ്ത് കൂടെ ചെയ്തു. ഒരു 10 മുതൽ 15 വർഷം കൊണ്ട്, ഈ 35-40 വർഷം കാത്തിരിക്കാതെ ഒരു 10 മുതൽ 15 വർഷം കൊണ്ട് ഒരു ചന്ദന മരത്തെ മുറിക്കാനുള്ള പരുവത്തിലാക്കി എടുക്കുന്നതിനുള്ള പുതിയൊരു കൃഷി രീതി ഡെവലപ്പ് ചെയ്തു. അതിന് പറഞ്ഞ ഹോസ്റ്റൂറിയം എന്ന് പറയാം. എന്ന് വെച്ചാൽ ഒരു ചന്ദനത്തെ നടുമ്പോൾ അതിന്റെ കൂടെ തന്നെ അതിനൊരു ഹോസ്റ്റ് പ്ലാന്റ് കൂടെ അതിന്റെ കണക്കിൽ വെച്ചു കൊടുക്കും, ഇതിന് വെള്ളം വളം വലിച്ചെടുക്കാനായിട്ട്. അപ്പൊ തുടക്കത്തിൽ നമ്മളൊരു ചീരച്ചെടി വെച്ചെടുക്കും, പൊന്നാങ്കണ്ണി ചീര. കുറച്ച് വളർന്നു കഴിയുമ്പോൾ അതിനൊരു തൊമരപ്പയർ, കുറ്റി പയർ ചെടി വെച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 15 വർഷം വരെ ഇതിന് വെള്ളം കൂടെ വലിച്ചെടുക്കാനായിട്ടുള്ള മറ്റൊരു പെർമനന്റ് ഹോസ്റ്റ് പ്ലാന്റ്, ഒരു പേരയോ നെല്ലിയോ ശീമക്കൊന്നോ കണിക്കൊന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെടി കൂടെ ഇതിന് പെർമനന്റ് ആയിട്ട് വെച്ചു. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കൃഷി രീതി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് ഇത് പറയുമ്പോ പണ്ടൊക്കെ നമ്മുടെ വീട്ടില് ഒരു തെങ്ങ് കായ്ക്കുകയാണെങ്കിൽ എത്ര വർഷം വേണം? 8, 10, 12 വർഷം വേണം പണ്ടൊക്കെ, അല്ലെ? ഇപ്പോഴാണെങ്കിലോ 2-3 വർഷം കൊണ്ട് നമുക്ക് കായ്ക്കുന്ന തെങ്ങുകളുണ്ട്. ഇനി മാവാണെങ്കിലോ സെയിം തന്നെയല്ലേ, 5, 6, 7 വർഷം കഴിഞ്ഞാൽ കായ്ക്കുള്ളൂ. ഇപ്പൊ നമുക്ക് കവറിൽ തന്നെ പൂത്ത് മാങ്ങ ഉണ്ടായിട്ടുള്ള കവറോടെ വീട്ടിൽ വെക്കാം. ചക്ക അങ്ങനെ തന്നെ അല്ലെ, മാങ്ങുന്ന കവറിൽ തന്നെ ചക്ക ഉണ്ടാവും, അതുകൊണ്ട് നട്ടാൽ മതി. അപ്പൊ ആ രീതിയിലുള്ള ഇന്നോവേഷൻസ്, ആ ടെക്നോളജി ഒക്കെ വന്നപ്പോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ചന്ദനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. 10 മുതൽ 15 വർഷം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് ചന്ദനത്തിനെ വളർത്തിയെടുക്കാവുന്ന രീതിയിലുള്ള കൃഷി രീതി ഡെവലപ്പ് ചെയ്യും. പിന്നീട് സർക്കാർ അതിനെ ജനകീയമാക്കുന്നതിന് വേണ്ടി ഒരുപാട് പുതിയ സ്കീമുകളും അതിന് വേണ്ട പ്രോത്സാഹനങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ നമുക്ക് ചന്ദനമരം മുറിക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല, വളർത്താനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിലവിൽ നമുക്ക് എല്ലാ അധികാരവും അവകാശവും സർക്കാർ നമുക്ക് തന്നിട്ടുണ്ട്. വിൽപ്പന നടത്തുന്ന ആ ഒരു നിയമം ഒഴിച്ച് ബാക്കിയല്ല. ഇപ്പൊ നമ്മുടെ വീട്ടുവളപ്പിൽ ഒരു ചന്ദനമരം ഉണ്ടെങ്കിൽ അത് മുറിച്ചിടുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ അത് വിൽപ്പന നടത്തണമെങ്കിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വന്ന് ആ മുറിച്ചിടുന്ന ചന്ദനം അവർ കൊണ്ടുപോയി ലേലം ചെയ്ത് ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ആരാണോ ആ ആളുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് തരും. ഓക്കെ, അപ്പൊ അവിടെ വരെ നിയമങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ചന്ദനം. അപ്പൊ ഈ ചന്ദനം പേടിക്കേണ്ട കാര്യമോ? ചന്ദനം ഒരു ലീഗലായിട്ടുള്ള കൃഷിയാണ്. ചന്ദനം ഒരു മയക്കുമരുന്നോ അപകടകാരിയായിട്ടുള്ള ഒരു മരമൊന്നുമല്ല. ടിപ്പു സുൽത്താൻ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെച്ചു. ഇന്ന് വർഷങ്ങൾ എടുത്ത ആ നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് എല്ലാവർക്കും കൃഷി ചെയ്യാവുന്ന രീതിയിൽ അത് മാറിക്കഴിഞ്ഞു. അപ്പൊ ഇതാണ് ചന്ദന കൃഷി. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചന്ദനത്തിന് പ്രത്യേകത ഉള്ളത്, ഇത് സാധാരണ എവിടെ നട്ടാലും ചന്ദനം വളരും. എറണാകുളത്ത് നട്ടാലും പാലക്കാട് നട്ടാലും കോഴിക്കോട് നട്ടാലും തിരുവനന്തപുരത്ത് നട്ടാലും ചന്ദനം വളരും. പക്ഷെ ഇതിന് ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടിയാൽ മാത്രമേ ഇതിന് വില കിട്ടുള്ളൂ. ആ ഒരു ഫസ്റ്റ് ക്വാളിറ്റി കാതലിന് മാത്രമേ ഡിമാൻഡ് ഉള്ളൂ. ഫസ്റ്റ് ക്വാളിറ്റി കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ള കാതൽ. ഈ ഫസ്റ്റ് ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റ് ഉള്ള കാതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് വിലായത്ത് ബുദ്ധ. പൃഥ്വിരാജിന്റെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്, അതാണ് വിലായത്ത് ബുദ്ധ. ഈ ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക കാലാവസ്ഥയിൽ വളർന്നാൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. അത് സമുദ്രനിരപ്പിൽ നിന്നും സീ ലെവലിൽ നിന്നും 700 മീറ്റർ ഉയരത്തിൽ ഹൈ റേഞ്ച് ഏരിയകളിൽ, അതായത് വയനാട്, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള വളരുന്ന ഒരു സമുദ്രനിരപ്പിൽ നിന്ന് 700 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉള്ള കാലാവസ്ഥയിൽ വളരുന്ന ചന്ദനങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഫസ്റ്റ് ക്വാളിറ്റി കാതൽ കിട്ടുള്ളൂ. ആ കാതലിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതും വില കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ പ്രൊജക്ടുകളും ചെയ്യുന്നത്, നമ്മൾ ഈ സാൻഡൽവുഡ് പ്ലാന്റേഷൻ ചെയ്യുന്നത് വയനാട്ടിലാണ്. കറക്റ്റ് പറ്റിയ കാലാവസ്ഥയാണ്, ഏറ്റവും നല്ല മണ്ണാണ്, ബ്ലാക്ക് സോയിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദന കൃഷിക്ക് എനിക്ക് തോന്നുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണും ഉള്ള ഒരു സ്ഥലമാണ് വയനാട്. ഈ വയനാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങള് റിസ്ക് കൂടിയ ഏരിയകളുണ്ട്, റിസ്ക് കുറഞ്ഞ ഏരിയകളുണ്ട്, റിസ്ക് തീരെ ഇല്ലാത്ത ഏരിയകളുണ്ട്. അതായത് റെഡ് സോൺ, ഓറഞ്ച് സോൺ, ഗ്രീൻ സോൺ. അപ്പൊ നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കമ്പനി ഇപ്പൊ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളും നല്ല ഗ്രീൻ സോണിൽ പെട്ട സ്ഥലങ്ങളാണ്. അതായത് കഴിഞ്ഞ 50 വർഷമായിട്ട് യാതൊരു ഡിസാസ്റ്ററും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത, ഇനി വരാൻ പോകുന്ന 50 വർഷത്തേക്കും പ്രത്യേകിച്ച് ഡിസാസ്റ്റേഴ്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഗ്രീൻ സോണുകൾ. അത്തരത്തിലുള്ള ഗ്രീൻ സോണിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ 1400 ഏക്കർ സ്ഥലം 2030 ഡെവലപ്പ് ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് 5 സെന്റ് 5 സെന്റ് 5 സെന്റ് രീതിയിലുള്ള പ്ലോട്ടുകളാക്കി തിരിച്ച് ഓരോ പ്ലോട്ടിലും 20 ചന്ദന തൈകൾ നട്ട് വാങ്ങുന്ന ആളുടെ പേരിൽ ആധാരം രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത് അതിന് ഒറിജിനൽ ആധാര ഡോക്യുമെന്റ്സും അവർക്ക് തന്നെ കൊടുത്ത് 15 വർഷം വരെ, അതായത് മുറിക്കേണ്ട സമയം വരെ ഇതിന്റെ എല്ലാ പരിചരണവും, വെള്ളം കൊടുക്കലും, വളം കൊടുക്കലും, മരുന്നടിക്കലും, സെക്യൂരിറ്റിയും, ഏറ്റവും പ്രധാന സെക്യൂരിറ്റി ഉണ്ട്, കള്ളന്മാർ കൊണ്ടുപോകേണ്ടത് നോക്കണേ, ഇതെല്ലാം ചെയ്ത് മുറിക്കേണ്ട സമയം വരെ, മുറിച്ച് പൈസ കിട്ടുന്ന സമയം വരെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള എഗ്രിമെന്റ് ഉൾപ്പെടെയാണ് ഇത് നമ്മൾ റിയൽ എസ്റ്റേറ്റ് മോഡലിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൊസൈറ്റി ആക്കി രൂപീകരിച്ചുകൊണ്ട് ഈ പ്ലോട്ട് വാങ്ങുന്ന ഓരോ 5 സെന്റ് പ്ലോട്ട് വാങ്ങുന്ന ഓരോ വ്യക്തികളെ ആ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആക്കിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രോജക്ട് റിയൽ എസ്റ്റേറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ള പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും ഓരോ 5 സെന്റ് ചന്ദനത്തോട്ടത്തിന്റെ ഉടമസ്ഥർ. ചുരുക്കി പറഞ്ഞാൽ ഇത്ര പറയും, ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളെ കൊണ്ട് ക്ഷണിച്ച ആൾക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. രണ്ടാമത്തെ പ്രോജക്ട് ഒന്ന് ക്ലിയർ ആയിട്ടുള്ള യെസ്. രണ്ടാമത്തെ പ്രോജക്ട് എന്ന് പറയുന്നത് ടൂറിസം പ്രോജക്റ്റാണ്. അതായത് ഈ 5 സെന്റ് വീതമുള്ള സ്ഥലത്ത് 20 ചന്ദന തൈകൾ നടുമ്പോൾ നമ്മൾ കമ്പനി എടുക്കുന്ന സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങൾ ടൂറിസത്തിന് സ്കോപ്പുള്ള ഏരിയകളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ 5 സെന്റ് സ്ഥലത്ത് 16 ചന്ദനങ്ങൾ, അതായത് 20 മരങ്ങൾ നടുന്നതിന് പകരം 16 മരം നട്ട് ബാക്കിയുള്ള ആ ഒരു 4 മരങ്ങൾ അവിടെ ഒഴിവാക്കുമ്പോൾ ഏകദേശം ഒരു 650 സ്ക്വയർ ഫീറ്റ് ഏരിയ ഫ്രീ ആയിട്ട് കിട്ടും. ആ ഏരിയയിൽ ഏകദേശം ഒരു 570 സ്ക്വയർ ഫീറ്റില് ഒരു കേവ് മോഡൽ, ഗുഹ മാതൃകയിലുള്ള ഒരു 4 സ്റ്റാർ കാറ്റഗറി, നേരത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അതുപോലുള്ള ഒരു ഇതുപോലുള്ള ഒരു കേവ് മോഡലില് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ട്. ഇത് ഒരു 11 ഏക്കറിൽ 150 കോട്ടേജസ് ഉള്ള, കേവ്സ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, കുട്ടികൾക്ക് ഒരു ബെഡ് സ്പേസ്, ഒരു ബേ വിൻഡോ, ഒരു മോഡേൺ ടോയ്ലറ്റ്, പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത റൂമിനകത്ത് തന്നെ ഒരു പ്രൈവറ്റ് പൂളും ഒരു വാട്ടർഫോൾസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 5 സെന്റ് സ്ഥലം വാങ്ങുന്ന ആളുടെ പേരിൽ ആധാരം രജിസ്ട്രേഷൻ ചെയ്തിരുന്നു. അവരുടെ പേരിൽ ഈ റിസോർട്ട്, ഈ കോട്ടേജിന്റെ പണി പൂർത്തീകരിച്ച് 6 മാസത്തിനുള്ളിൽ താക്കോല് കൈമാറുന്നു. അതൊരു 15 വർഷത്തെ ഒരു എഗ്രിമെന്റ് പ്രകാരം കമ്പനി തന്നെ ഇത് നടത്താനായിട്ട് നിങ്ങളെ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കും. ഇപ്പൊ നിങ്ങൾ ഈ പ്രോപ്പർട്ടി നമ്മളത് വാങ്ങി, അതായത് 5 സെന്റ് സ്ഥലം, ഈ ഒരു 500 സ്ക്വയർ ഫീറ്റ് കോട്ടേജ് പ്ലസ് 16 ചന്ദനമരങ്ങൾ അടങ്ങുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് ഒറിജിനൽ ഡോക്യുമെന്റ് നിങ്ങൾക്ക് തരുന്നു. അത് 15 വർഷത്തെ എഗ്രിമെന്റ് പ്രകാരം ഹോസ്പിറ്റാലിറ്റി കമ്പനി, നമ്മുടെ തന്നെ ഹോസ്പിറ്റാലിറ്റി കമ്പനി ഇത് മാനേജ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇങ്ങോട്ട് വാങ്ങുന്നു. ഇത് കംപ്ലീറ്റ് മാനേജ് ചെയ്ത്, മാർക്കറ്റ് ചെയ്ത്, റൺ ചെയ്ത്, ഇതിന്റെ എല്ലാ മെയിന്റനൻസും എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെ ചെയ്ത് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെലവ് കഴിച്ച് 80% ഇത് പണം കൊടുത്തു വാങ്ങിയ ഇൻവെസ്റ്റർക്കും 20% ഇത് മാനേജ് ചെയ്ത് കമ്പനിക്കുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു 3 ലക്ഷം രൂപയുടെ ഒരു മാസം അവിടെ എല്ലാ ചെലവും കഴിച്ച് ബാക്കി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപയോളം അതിന്റെ ഉടമസ്ഥനും ഏകദേശം 50,000 രൂപയോളം കമ്പനിക്കും എടുക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ 150ഓളം കോട്ടേജസ് ആണുള്ളത്. ഈ 150ഓളം കോട്ടേജസ് അവിടെ ഉണ്ടെങ്കിലും ഇതിൽ കോമൺ അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 കോടി രൂപയ്ക്ക് മുകളിലുള്ള കോമൺ അമ്യൂണിറ്റീസ് ഇതിന്റെ അകത്തുണ്ട്. അതായത് ഈ റൂമിന്റെ അകത്തുള്ള പൂളിന് പുറമെ മറ്റ് ഓഡിറ്റോറിയം, കോമൺ സ്വിമ്മിംഗ് പൂൾ, മിനി സൂം, ആയുർവേദിക് വെൽനസ് സ്പാ, കൺവെൻഷൻ സെന്റർ, ഓഡിറ്റോറിയങ്ങൾ, കിഡ്സ് പ്ലേ ഏരിയ, ആയുർവേദിക് വെൽനസ് സ്പാ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 40 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ കമ്പനി ഇതിനകത്ത് ഒരുപാട് കോമൺ അമ്യൂണിറ്റീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ റിസോർട്ടിൽ, ഈ കോട്ടേജിൽ താമസിക്കാൻ വരുന്ന ആളുകൾക്കുള്ള എക്സ്ട്രാ ഫെസിലിറ്റികൾ കൊടുക്കുന്നതിനുള്ള കോമൺ അമ്യൂണിറ്റീസ്. ഇതിന് ഈ കോട്ടേജ് വാങ്ങുന്ന ആരും ഇൻവെസ്റ്റ് ചെയ്യണ്ട, പക്ഷെ ഇതെല്ലാം ഉപയോഗിക്കാം. നിങ്ങൾ ഈ കോട്ടേജ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 2 പ്രോജക്റ്റും ഏകദേശം മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിന് പ്രത്യേകത കൂടി ഉണ്ട്. ഇതിന് 3 രീതിയിൽ ബെനിഫിറ്റ് കിട്ടും. 3 രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്ന ടൂറിസം ബെനിഫിറ്റ് ആണ്. ടൂറിസം ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോട്ടേജ് നമ്മൾ റെന്റിന് കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വാടക വരുമാനം, റെന്റൽ ഇൻകം ആണ് ഇതിലെ ടൂറിസം ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് 100% നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എത്ര രൂപയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കോട്ടേജ് പർച്ചേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഷെയറിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതൊരു 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് 100% തിരിച്ചു കിട്ടുന്നു. പിന്നീട് അങ്ങോട്ട് ഇതിന്റെ കിട്ടുന്ന എല്ലാ വരുമാനവും, ഈ വാടക വരുമാനം എല്ലാം നിങ്ങൾക്ക് ആജീവനാന്ത കാലം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പേരിലാണ് ആധാരം. ഇപ്പോ ഇത്
നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ പേര് ആധാരം രജിസ്റ്റർ ചെയ്യുന്നു, ഒപ്പം തന്നെ ഇതിന്റെ വരുമാനം നിങ്ങൾക്ക് എല്ലാ മാസവും തരുന്നു. അപ്പൊ ഇതില് വാടക വരുമാനം നിങ്ങൾക്കുള്ള ടൂറിസം ബെനിഫിറ്റ് ആണ്. രണ്ടാമത്തെ ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആണ്. ഈ കോമ്പൗണ്ടിൽ 16 ചന്ദന മരങ്ങളുണ്ട്. 16 ചന്ദന മരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചന്ദന മരത്തിന് ഏകദേശം ഒരു 10 മുതൽ 15 വർഷം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന 25 ലക്ഷം രൂപ ഒരു മരത്തിന്. അപ്പൊ ഒരു 16 മരം എന്ന് പറയുമ്പോൾ ഏകദേശം 4 കോടി രൂപയോളം നമുക്ക് ചന്ദന മരത്തിന് മാത്രം ഒരു അഗ്രികൾച്ചർ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ഇതിലൂടെ കിട്ടുന്നു. മൂന്നാമത്തെ ബെനിഫിറ്റ് ഇതിന്റെ ഒരു റിയൽ എസ്റ്റേറ്റ് ബെനിഫിറ്റ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ വാങ്ങി നിങ്ങളുടെ പേര് ആധാരം രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിൽക്കാം, കൈമാറ്റം ചെയ്യാം. അപ്പൊ അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ കഴിഞ്ഞ വെറും 10 മാസം കൊണ്ട് ഇതിലുണ്ടായിട്ടുള്ള വർധനവ് 120%. 10 മാസം കൊണ്ട് 10 മാസം മുമ്പ് വിറ്റിരുന്ന വിലയല്ല ഇന്ന് വിൽക്കുന്നത്. വെറും 45 ലക്ഷം രൂപക്കാണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്നത് 1,10,00,000 രൂപക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജൂൺ ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1.5 കോടി രൂപ. ഇനി ഇത് റൺ ചെയ്ത് തുടങ്ങിയാൽ പണികളെല്ലാം പൂർത്തീകരിച്ച് ഫുൾ സിംഗിളായി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടുതൽ എവിഡൻസ് ആകുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ പിന്നെ നിങ്ങൾക്ക് നിശ്ചയിക്കാം. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ വിറ്റ് തീരുമല്ലോ, പിന്നെ ഇത് വാങ്ങുന്ന നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിന്റെ വാല്യൂ. അതായത് ഒരു മാസം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാ ചെലവും കഴിച്ചു ഏകദേശം 2.5 ലക്ഷം രൂപ ഒരു ഇൻവെസ്റ്റർക്ക് കയ്യിൽ കിട്ടുന്നുള്ളതാണ് ഏകദേശം ഒരു കാൽക്കുലേഷൻ. ഒരു 2.5 ലക്ഷം രൂപ നമുക്കൊരു മാസം വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഒരു ഔട്ട്സൈഡ് വാല്യുവേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിക്ക് 2.5 ലക്ഷം രൂപ മാസം വാടക കിട്ടുന്നുണ്ടെങ്കിൽ 7 മുതൽ 10 കോടി രൂപ വരെ വാല്യുവേഷൻ ഉള്ള ഒരു പ്രോപ്പർട്ടിക്ക് മാത്രമേ മാസം 2.5 ലക്ഷം രൂപ വാടക കിട്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് വെറും 1,10,00,000 രൂപക്ക് ഇന്നത്തെ വിലയിൽ ഈ പറയുന്ന ഒരു 7-10 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചന്ദനമരത്തിൽ നിന്നുള്ള വരുമാനം വേറെ, ലൈഫ് ലോങ് വാടക വരുമാനം വേറെ. ഓക്കെ, ഇങ്ങനെ 3 രീതിയിലുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്ന. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഈ പറഞ്ഞ 3 പ്രോജക്റ്റുകൾ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിന് കോമ്പറ്റീഷൻ ഉണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് 5 സെന്റ് സ്ഥലത്ത് എനിക്കൊരു കേവ് കോട്ടേജ് വേണം കിട്ടോ അന്വേഷിച്ചാൽ കോമ്പറ്റീഷൻ ഇല്ല. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ വിലയില് ഇതിൽ പിന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമെന്ന് ചിന്തിക്കുള്ളൂ. അപ്പൊ ഇതുകൊണ്ടല്ല ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനം വിജയിക്കണമെന്നുണ്ടെങ്കിൽ 3 ആളുകൾ സന്തോഷമായാൽ, ഹാപ്പി ആയാൽ, സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ ആ പ്രൊജക്ടുകൾ നിലനിൽക്കാറുള്ളൂ, വിജയിക്കാറുള്ളൂ. 3 ആളുകൾ സാറ്റിസ്ഫൈഡ് ആവണം. 1ാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ആളുകൾ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് നല്ല ലാഭം കിട്ടുന്നു. ഓക്കെ, അതോടെ ഓൾറെഡി ഉണ്ട്. 3 മുതൽ 5 വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുന്നു, പിന്നീട് ലൈഫ് ലോങ് ഇൻകം കിട്ടുന്നു, ചന്ദനമരത്തിന്റെ വരുമാനം മറ്റുള്ള കിട്ടുന്നു. രണ്ടാമതൊരു കാറ്റഗറി ആൾക്കാർ ഇത് ഡീല് ചെയ്യുന്ന സെല്ലേഴ്സ് ഉണ്ട്, മീഡിയേറ്റേഴ്സ്. ഇത് വിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്കറിയാം, സാധാരണ റിയൽ എസ്റ്റേറ്റിലൊക്കെ 1%-2% കമ്മീഷൻ കിട്ടും അല്ലെ? അല്ല, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കൂടെ എനിക്കറിയാം. അതായത് 1 കോടിയുള്ള ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം കിട്ടുള്ളൂ. ഇവിടെ അതിന്റെ ഒരു 3-4 മടങ്ങാണ് നമ്മളിവിടെ റിട്ടേൺ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ്, മീഡിയേറ്റേഴ്സും ഹാപ്പിയാണ്. 3ാമത്തെ കാറ്റഗറി ആരായിരിക്കും ഹാപ്പി ആവുക, സാറ്റിസ്ഫൈഡ് ആവുക? കമ്പനി. ഇത് നടത്തുന്ന കമ്പനിക്ക് ലാഭം ഉണ്ടാവട്ടെ, വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ലാഭമുണ്ട്. ഇത് നടത്തുന്ന കമ്പനിക്ക് നഷ്ടമായാലോ? കമ്പനി നിലനിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്താ, കമ്പനിക്ക് നല്ല ലാഭമുണ്ട്. അപ്പൊ കമ്പനി, സെല്ലറും ബയ്യറും 3 പേരും വളരെ ഹാപ്പിയാണ്. അതെല്ലാവരും ഹാപ്പി ആയതുകൊണ്ടാണ് ഞങ്ങൾ, കമ്പനി ഹാപ്പിയാണ്, സെല്ലേഴ്സ് ഹാപ്പി ആയതുകൊണ്ടാണ് ഇന്ന് ബയേഴ്സ് ആയിട്ട് നിങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഈ ഹോളിൽ പോലെ നിറഞ്ഞു കവിയുന്ന രീതിയിലേക്ക് പോലും ഇവിടെ തിങ്ങി നടന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഹാപ്പി ആണെന്നുള്ള പ്രൂഫ് കൂടെ നമ്മളെ കാണുന്നത്. അപ്പൊ ഇതോടെ എന്താ പറഞ്ഞത്, നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു കഴിഞ്ഞു. അപ്പൊ എന്താണ് പ്രൊജക്ട് എന്നുള്ളത് ഞാൻ എന്റെ റോള് പറഞ്ഞു തീർത്തു. 1/2 മണിക്കൂറിന് വിചാരിച്ചിട്ട് സമയം കൂടുതൽ എടുത്തെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിൽ ഒരു 1 അവർ സമയം, 1-1.5 മണിക്കൂർ സമയമാണ്. ഇനി നിങ്ങൾക്ക് ഇതിലൂടെ എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാന്നുള്ളത് MD പറയാൻ പോണത്. ഞാൻ പറഞ്ഞു ബ്രദർ വരുന്നു പറഞ്ഞില്ലേ, ബ്രദർ എന്ന് പറയുമ്പോ ആരെങ്കിലും ജ്യേഷ്ഠൻ കണ്ടനിയനാണെന്ന് തോന്നും, പക്ഷെ ജ്യേഷ്ഠനാണ്. ഓക്കെ, ഞാനനിയാണ്, അത്ര ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അനിയൻ ബാവ ചേട്ടൻ ബാവ, ഞാനനിയാണ്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ MDയുടെ വരും. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇതിന് എങ്ങനെയൊക്കെയാണ് പണം ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്, അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഏറ്റവും ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫറുകൾ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ MD സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ ഇത്രയും നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, സാധാരണ ഇങ്ങനെയുള്ള സെഷൻസിലൊക്കെ സംസാരിക്കുമ്പോ പൊതുവെ ഇടയിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ഉറക്കം തോന്നാറുണ്ട്. ഇന്നങ്ങനെ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. എനിക്ക് തോന്നുന്നത് വല്ലാതെ ബോറടിച്ചിട്ടില്ലെന്ന് തോന്നുന്നില്ലേ? ഇല്ലല്ല,
ആരും ഉറക്കുന്നു പോകുന്നത് കണ്ടില്ല, അല്ലെങ്കിൽ ഇടയിൽ ആരെങ്കിലും ഉണ്ടോ ഞാൻ വിളിച്ചെടുപ്പില്ല എന്നാലും ഉറക്കണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആരും അങ്ങനെ കാണാനില്ല. അപ്പൊ എന്തായാലും വളരെ എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റോട് കൂടെ തന്നെ, ആകാംക്ഷയോട് കൂടി തന്നെ ഞാനിവിടെ സംസാരിക്കുന്നത് കേട്ടിരുന്നപ്പോ എനിക്കും നല്ലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. സത്യം പറഞ്ഞു ഇത്രയൊന്നും ആഗ്രഹമില്ല. നിങ്ങളൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഇനി ഒന്ന് രണ്ട് മണിക്കൂർ സംസാരിക്കുന്നതൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് വിട പറയുകയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ സംസാരിച്ച് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ